ട്രിപ്പിന്റെ ആവശ്യം കൊണ്ട് രാവിലെ 4 മണിക്ക് തന്നെ അലാറം വെച്ച് എണീറ്റ് കുളിച്ച് റെഡിയായി. ഓണറമ്മയോ രാജേട്ടനോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും അറിയാം. വേറെ കോട്ടില്ലാത്തതുകൊണ്ട് സ്വിഗ്ഗിയുടെ കോട്ട് തന്നെ എടുത്തിട്ടു. ബഡീസ്, അപ്പോൾ ഞാൻ ഇറങ്ങാണ്. ട്രിപ്പ് പൊളിക്കണം. രാജേട്ടനപ്പുറത്ത് ഉറങ്ങാണ്. അപ്പോൾ ട്രിപ്പ് പോകാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു കുപ്പി വെള്ളം, മൊബൈൽ സ്റ്റാൻഡ്, ചാർജർ, പവർ ബാങ്ക്, ഇതിൽ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബാഗ്. മൊബൈൽ സ്റ്റാൻഡ് പൊട്ടി പോയിട്ടാ ബഡീസ്, ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഡോറ് തുറന്ന് നൈസായിട്ട് ഇറങ്ങി. സമയം 5:15. ഒറ്റ മനുഷ്യൻ പുറത്തില്ല. ട്രിപ്പിന് വേണ്ട മെയിൻ സാധനം ഇല്ലാണ്ടാണ് ഞാൻ ഇറങ്ങിയിട്ടോ. ഇതാ വീണ്ടും പോയി എടുത്തു. അങ്ങനെ അടിവാരത്തേക്ക് ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ 36 കിലോമീറ്ററും 47 മിനിറ്റുമാണ് കാണിച്ചത്. ഫുഡ് ഡെലിവറി ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം 150 കിലോമീറ്റർ ഞാൻ ഓടിക്കാറുണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ ഇത് സില്ലിയായി തോന്നി. അങ്ങനെ കുന്നമംഗലം കുറ്റിക്കാട് റൂട്ടിൽ പോവാണ്ടാ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു എക്സ്പ്ലോർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നന്നാവും എന്നെനിക്കറിയില്ല. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നൊന്ന് പറയാനുള്ളതേ, ഇത് ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ നിന്നാണ് ഡൈവേർട്ട് ആവേണ്ടത്. കൽപ്പറ്റ, മുക്കമല്ല കൽപ്പറ്റ റൂട്ട്. പോകുന്ന വഴി കുന്നമംഗലത്ത് നിന്ന് 200 രൂപയ്ക്കാണ് എണ്ണ അടിച്ചത്. ഇപ്പൊ തന്നെ ദാഹിക്കാൻ തുടങ്ങി. ഇനി അവിടെ പോയിട്ട് എന്താരോ എന്തോ. നമ്മൾ കൊടുവള്ളി എത്തി. തണുത്ത കാറ്റും കൊണ്ടുള്ള റൈഡ് പൊളിയാണ് കേട്ടോ. അങ്ങനെ താമരശ്ശേരിയും കഴിഞ്ഞു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പ് തോന്നി. അതുകൊണ്ട് ഒരു ചായ കടയിൽ നിർത്തി. ടേക്ക് എ ബ്രേക്ക് എന്ന ബോർഡ് കണ്ടിട്ടാണ് ഞാൻ നിർത്തിയത്. അവിടെ നിന്ന് ഒരു ചായയും കായപ്പവും കഴിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഇത് ബോണ്ടയാണ് കേട്ടോ. അടിവാരത്തേക്ക് ഇനി 13 കിലോമീറ്ററും 20 മിനിറ്റും ഉണ്ട്. അങ്ങനെ ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി ഓടിക്കാൻ മടുപ്പോ ഉറക്കമോ ഒന്നും തോന്നിയില്ല. അങ്ങനെ അടിവാരം എത്തി. തട്ടുകടയിൽ കയറിയിട്ട് 2 പൊറോട്ടയും ബീഫും പറഞ്ഞു. ഞാൻ ഒരു റീൽസിൽ കണ്ടതാണ് കേട്ടോ. ഈ കാണുന്ന 2 കൊളുത്തില്ലേ, ഇതിൽ നമുക്ക് ഹെൽമെറ്റ് തൂക്കിയിടാൻ പറ്റും, ആരും കൊണ്ടുപോകാതെ. അതിന് ഈ വള്ളിക്ക് നീളം വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിപ്പ് ഒന്ന് ലൂസാക്കി നീളം കൂട്ടുക. പക്ഷേ ഉദ്ദേശിച്ച പോലെ ഘടിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ സേഫാണ്, ആരും കൊണ്ടുപോകില്ല. അക്കു എന്നും എൻ്റെ കൂടെ ഉള്ളതാണ്. ഇന്ന് കുറച്ച് അവൾ റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ നടക്കാൻ തുടങ്ങി. അടിവാരം മുതൽ വ്യൂ പോയിന്റ് വരെ സമയം 7 മണി. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ അവിടെ നിൽക്കണമായിരുന്നു. ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല മഞ്ഞും നല്ല വ്യൂ ഉണ്ടാവും. പക്ഷെ എത്താൻ പറ്റിയില്ല. നോക്കാം എത്ര മണിക്ക് എത്തും എന്നറിയില്ല. എന്ന് പറയാനുള്ളത്, വരണ വഴിക്ക് ഒരു ഏട്ടൻ പറഞ്ഞു കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ടെൻഷനിലാണ് ഞാൻ പോണത്. എവിടെ വരെ നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കാം. തണുപ്പ് കാരണം രക്ഷകനായിട്ട് വേറെ ആരുമില്ല. നമ്മുടെ സ്വിഗ്ഗിയുടെ റെയിൻകോട്ടാണ്, വേറെ വഴിയില്ല. പക്ഷെ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടി തിരിച്ചിട്ടു. ഏതായാലും നിങ്ങൾക്ക് ഞാൻ വ്യൂ പോയിന്റ് കാണിച്ചു തരും, അത് ഉറപ്പാണ്. അവിടെ നമുക്ക് വേഗം വേഗം പോകണം. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഓടണം. അപ്പോൾ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു എക്സ്പ്ലോർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ഓടിയാലോ ബഡീസ്, കുറച്ച് നേരത്തെ എത്തണേ. എന്നും 100-150 കിലോമീറ്റർ ഡെയിലി ഓടിക്കുന്ന ആളാണ് വണ്ടി, സ്കൂട്ടി. എന്തുകൊണ്ട്, സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണറായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത്. ഏകദേശം 9 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് വ്യൂ പോയിന്റിലേക്ക്. നോക്കാം, പോകുമ്പോഴും വരുമ്പോഴും നടക്കാമെന്ന് വിചാരിച്ചത് ഞാൻ. കാലൊക്കെ വേദനിക്കും ഉറപ്പാ. അഥവാ കടുവ വരികയാണെങ്കിൽ തന്നെ ഇതെൻ്റെ അവസാനത്തെ ട്രിപ്പായിരിക്കും. എൻ്റെ വിധി അത്രേ ഉള്ളൂ. കുടിക്കാനെടുത്ത കുപ്പിവെള്ളം താഴെ ഇതാ. എടുക്കാൻ പറ്റില്ല, ചൂട് കാരണം കോട്ട അഴിച്ചിട്ടാണ്. അപ്പോഴാണ് കുപ്പി പോയത്. എൻ്റെ കണക്കിൽ ഏകദേശം ഇപ്പോൾ തന്നെ ഒരു 4 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും. ഞാനേ ഡെലിവറി കൊടുക്കാൻ പോകുന്ന സമയത്തേ ആരെയെങ്കിലും ഇങ്ങനെ റോഡ് സൈഡ് കണ്ടാൽ ഞാൻ ചോദിക്കും ലിഫ്റ്റ് വേണമെന്ന്. അപ്പം നമുക്കൊന്ന് നോക്കാം, ആരെങ്കിലും എന്നോട് ചോദിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. കാരണം കടുവ ഉണ്ട് എന്നാണ് പറയണത്. ഇപ്പോൾ ഒരു പേടി. നമുക്ക് നോക്കാം, ആരെങ്കിലും നമ്മൾ ചോദിക്കാണ്ട് തന്നെ ചോദിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കടുവ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ശരിക്കും പേടിച്ചു ഞാൻ. കുഴപ്പമില്ല, ഇത് അവസാനത്തെ യാത്രയായിട്ട് ഞാൻ കണക്ക് കൂട്ടാം. ഇത് ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയല്ല ബഡീസ്, നിങ്ങളും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോണ ഒരു യാത്രയാണ്. അങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി നിങ്ങൾ. ബഡീസ്, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പ്രകാശ് വി കണ്ണൻ, അട്ടപ്പാടിയിലെ ട്രൈബിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ.
ഏകദേശം എന്താ എങ്ങനെ ഉണ്ടാവും വ്യൂ. കുറച്ച് ഓടാം. ഏതെങ്കിലും സാറുമാർ നമ്മളെ പൊക്കണമെങ്കിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ഒരു ഡയലോഗായിട്ടാണ് ഞാൻ ഇറങ്ങിക്കണം കേട്ടോ. എന്താ അറിയോ സാർ, നമ്മൾ സീനാണ് കേട്ടോ, സീനാണ്, കോഴിക്കോട്ടുകാരാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. ഇനിയൊരു 4 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. ആ കാണുന്നതാണ് വ്യൂ പോയിൻ്റ്. അവിടെ ഇവിടെ ആയിട്ട് കുരങ്ങന്മാരും ഉണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയും, നമ്മളെ ഉപദ്രവിച്ചാലോ. സമയം 8 മണി. സത്യം പറഞ്ഞോട്ടെ, ഞാൻ തീർന്നടാ. അടിപൊളി ചിൽഡ് വാട്ടർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ട്രൈബിൽപ്പെട്ട വ്യക്തിയാണെന്ന്. ഞാൻ ഫോറസ്റ്റിലൂടെ നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപാടുണ്ട്. എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ഞാൻ പോകും കാട്ടുകിഴങ്ങെടുക്കാനും തേനെടുക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ സില്ലിയായി കയറി പോകാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ വർഷങ്ങളായി, ഒരുപാടായി. ചെറിയ ഇടുങ്ങിയ വഴിയായതുകൊണ്ടേ നമ്മൾ റോട്ടിൽ കൂടെ നടന്ന അത്ര സേഫല്ല. എല്ലാവരും എന്നെ ഒരുമാതിരി നോക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതേത് പ്രാന്തനാണ് എങ്ങനെ നടന്നു പോകുന്നത് പറഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇതുപോലൊരു വീഡിയോ വേറെ ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. താഴെ റോഡ് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് കൂടെ ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ വന്നാൽ മതിയായിരുന്നു. ലൈഫ് ഒന്നേ ഉള്ളൂ ബഡീസ്. അത് മാക്സിമം അടിച്ച് പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഒന്ന് പറഞ്ഞോട്ടെ, ഒരു രക്ഷയില്ല കേട്ടോ. പൊളി വൈബാണ്. പ്രകൃതിയിലെ ദയനീയമായ ഒരു അവസ്ഥ കണ്ടോ ബഡീസ്? നമുക്കിതിലെ ഷോർട്ട് കട്ടിലൂടെ ഇങ്ങനെ കയറി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ടിൽ കയറാം കേട്ടോ. ഹലോ വൈബ്. യേശുവിനെയും മാതാവിനെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോണത്. വേറെ വഴിയില്ല. കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട്. ചുരത്തിൻ്റെ പകുതിയിലാണ്. ഇത് പണ്ട് കടയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ബഡീസ്, ഞാൻ എഴുതിയൊരു പാട്ട് കേൾക്കാം കേട്ടോ. ഒരു മോട്ടിവേഷൻ സോങ്. நீ முயற்சி செய்ய திறமை இருந்தா கேட்காத கடவுளே நீ வரந்தா உன்னால முடியும் உன்னை பலமாக்கத்தான் நீ யோசி உன்னை போல யாரும் இல்லத்தான். അടുത്തൊരു പാട്ട്. ഞാനൊരു പക്ഷിയാണ്, പറക്കാനാവാത്ത കക്ഷിയാണ്, കൂടുവിട്ട് പറക്കാൻ മോഹമാണ്, ഉള്ളിനുള്ളിൽ തീരാദാഹമാണ്. ഞാനൊരു പക്ഷിയാണ്. വെയിലും വന്നു. ഇനി മഞ്ഞ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി എത്ര ദൂരം ഉണ്ടെന്നുള്ളത് അറിയില്ല കേട്ടോ ബഡീസ്. പക്ഷേ വലിയ ക്ഷീണമൊന്നും അറിയില്ല. കാലും കൈ കുറച്ച് പേരിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. നേരത്തെ ഞാൻ 5 കിലോമീറ്ററാണ് പറഞ്ഞത്, പക്ഷേ 4.6 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ടേ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് നടക്കന്നെ. ഇനിയും നടക്കാനുണ്ട് ഒരുപാട്. അങ്ങനെ ഇരുന്നിട്ടോ ബഡീസ്. കുറച്ചും കൂടെ ഉള്ളു പോയാൽ. കുറച്ച് വെള്ളം കുടിക്കാം അല്ലേ? അങ്ങനെ ഏകദേശം എത്താറായി. അങ്ങനെ 9:30 വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടോ ബഡീസ്. നമുക്ക് വ്യൂ കണ്ടാലോ? വെയിലായതുകൊണ്ടാണ് ഒന്നും കാണാത്തത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഐഫോണുമല്ല, ക്യാമറ ക്വാളിറ്റി ഉള്ളതുപോലെ കാണാൻ പറ്റുള്ളൂ. ഈ ടൗൺ മൊത്തം എൻ്റെ മൊബൈലിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. പൊളി. ഒരാൾ കമ്പിക്കൂട്ടിൽ എന്തോ ചെയ്യുന്നുണ്ട്. താഴത്തെ വ്യൂ പോയിൻ്റ് കഴിഞ്ഞു. ഇനി മേലേക്കുള്ള വ്യൂ പോയിൻ്റ് ഒന്ന് നോക്കാം. ഇവിടെ നിന്ന് തന്നെ തിരിച്ചാൽ മതിയെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നോക്കാം ഒന്നുകൂടെ. തിരിച്ച് പോകുമ്പോഴേ നടന്നു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ. അമ്മാതിരി ടാസ്ക്കാണിത്, വലിയ റിസ്ക്കാണ്. പിന്നെ ഇതൊക്കെ വലിയ അതിശയമായിട്ട് വിചാരിക്കരുത്. എന്താ വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാരും കരിന്തണ്ടനും നടന്ന വഴിയാണ് ഇതൊക്കെ അല്ലേ. കരിന്തണ്ടൻ വഴി കാണിച്ചു കൊടുത്തതല്ലേ ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷാണോ എന്നറിയില്ല, ഏതായാലും ഇരിക്കട്ടെ. ബ്രിട്ടീഷ്, ഓക്കെ. ബ്രിട്ടീഷുകാരും കരിന്തണ്ടനും നടന്ന വഴി. MVD വണ്ടി പോയിട്ട് ഞാൻ നിയമമൊന്നും തിരിച്ചിട്ടില്ല. റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കണട്ടാ. അവിടെ നിർത്താതെ പോയി. ഇത് വായിച്ചോളൂ ബഡീസ്, ഞാൻ പറഞ്ഞു തരില്ല.
ഓക്കെ, അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. വയ്യ ബഡീസ്, തളർന്ന് വയ്യ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കോച്ച് പിടിക്കാൻ തുടങ്ങി. എത്തിയിട്ടില്ല കേട്ടോ, നടന്നുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ഞാൻ നടന്നു വന്ന വഴി ഏറ്റവും ടോപ്പിലെത്തിയെന്ന് തോന്നുന്നു. അടുത്തൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ വന്ന എല്ലാം വ്യൂ തന്നെ. വ്യൂ പോയിന്റ് എത്തി, ഒരു രക്ഷയില്ല, പൊളി വൈബ്. ഏതായാലും നടന്നെത്തിയതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെ കേട്ടോ. പക്ഷെ കാലും കൈ വേദനിക്കുന്നുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി. ഇതുണ്ടോ വൈത്തിരി വില്ലേജ് പറഞ്ഞ എന്തോ ഒരു ഷോപ്പാണ് തോന്നുന്നു. കറക്റ്റ് സമയം 9:59, 10 മണിയായി. നല്ല വിശപ്പുണ്ട്. പടിവാരത്ത് നിന്ന് വാങ്ങിച്ച 2 പൊറോട്ടയും ബീഫ് ഫ്രൈ ഉണ്ട്, കഴിക്കാം. സോറി, ബീഫ് കറിയാണ് കേട്ടോ, ബഡീസ് മാറിപ്പോയി. അപ്പം നമുക്ക് ഒഴിക്കാം, കഴിക്കാം. അമ്മോ, ഒരുപാടുണ്ടല്ലോ. ബാക്കി കുറച്ച് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അയ്യോ, ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പ്ലേറ്റ് കരുതി. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ വ്യൂ പോയിന്റിൽ ഇരുന്നിട്ട് കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ കുരങ്ങന്മാരുടെ ഇതുണ്ട്, പേടിയാണ് കേട്ടോ. അവർക്ക് കൊടുക്കണ്ട എന്നുള്ളതല്ല, പേടിയായതുകൊണ്ടാണ്. പൊളിട്ടോ പൊറോട്ടയും ബീഫും, അയ്യോ വേറെ ലെവൽ. ബീഫിൻ്റെ കുറച്ച് എടുക്കാം. ആ എടുക്കാം. എന്നെ വിഷമമാക്കിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പോലും ഞാൻ മേലെ കയറി വരുമ്പോൾ ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചോ? ഇല്ല. ഞാൻ എത്ര പേർക്ക് ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറുണ്ട് അറിയോ? ഡെലിവറി ടൈമിലൊക്കെ, ഫുഡ് ഡെലിവറി ടൈം. നമ്മുടെ തിരക്കിനിടയിൽ അങ്ങനെ ചോദിച്ചു പോകും നമ്മൾ. ഏതായാലും താമരശ്ശേരി ചുരം യാത്ര മാക്സിമം ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ ഒന്ന് പ്ലാസ്റ്റിക് ഞാൻ കളഞ്ഞിട്ടില്ല. ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ബാഗിലെടുത്തിട്ടുണ്ട്. കുപ്പിയും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഞാൻ കൊണ്ടുപോയിട്ട് കളയേണ്ടടുത്ത് കളയും. ഓക്കെ, നിങ്ങളതുപോലെ ചെയ്യുക ബഡീസ്. യാത്ര തിരിക്കാനുള്ള സമയമായി, തിരിക്കാം. പക്ഷേ പോകുമ്പോൾ നടന്ന് പോകണോ അതോ ബസ്സിൽ പോകണമെന്നാണ് ആലോചിക്കുന്നത് ഞാനിപ്പോൾ. ഏതായാലും ബസ്സിൽ തന്നെ പോവാല്ലേ? വയ്യ. 9 കിലോമീറ്റർ, 9.5 കിലോമീറ്ററാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്, അടിവാരത്ത് നിന്ന്. ഇപ്പോൾ റിട്ടേൺ ഒരു 9.5. അപ്പോൾ എത്രയായി? 19 കിലോമീറ്റർ. താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ മേലേക്ക് കയറി വന്ന ആ റിസ്ക് ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യുക? താഴേക്ക് നടന്ന് പോകണം. പകുതിക്ക് നടക്കാട്ടോ. പകുതി എവിടെയെങ്കിലും വെച്ചിട്ട് ബസ് നിർത്തുകയാണെങ്കിൽ ബസ്സിൽ നിന്ന് കയറി നേരെ താഴേക്ക് പോവാം. ഓക്കെ, ഒരാൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. വിശക്കുന്നുണ്ടാവും പാവം. ആകെ ഒരാളെ കിട്ടിയില്ല കേട്ടോ കൊടുക്കാൻ. അപ്പോൾ ഞാൻ യാത്ര തിരിച്ചു ബഡീസ്. ഈ ട്രിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നും ഫുഡ് ഡെലിവറി മാത്രമല്ല ചെയ്യുന്നത്, എന്നും ഡെയിലി ഓട്ടം, ലീവ് എടുക്കാതെ ഓട്ടം. അപ്പോൾ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതും നടന്നു വരുമ്പോൾ അതിൻ്റെ സുഖം വേറെ ആയിരുന്നു. ഓക്കെ, ഇനി നാളെ മുതൽ പിന്നെയും ഡ്യൂട്ടി കയറണം. ഏതായാലും നമുക്കേ തിരിച്ചു പോകാം, ബസ്സിൽ പോകാം കേട്ടോ. അതാണ് ഈ പ്ലാന്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാം, ബസ് നിൽക്കുകയാണെങ്കിൽ ബസ്സിൽ കയറി പോകും. നമ്മുടെ ലൈഫിലേ നമ്മൾ പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. ഈ ട്രിപ്പ് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് കേട്ടോ. ഇന്നലെ വൈകിട്ട് ഏതായാലും നാളെ താമരശ്ശേരി ചുരം പോവാം, അത് നടന്നിട്ട് പോവാം, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിയത്. അങ്ങനെ KSRTCയിൽ എനിക്കിഷ്ടമുള്ള സീറ്റ് തന്നെ കിട്ടി, ലാസ്റ്റ് സീറ്റ്. മാക്സിമം എല്ലാവരും എൻ്റെ കൂടെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തിരിച്ച് അടിവാരത്ത് തന്നെ എത്തി. ഹെൽമെറ്റ് ഇവിടെ സേഫായിട്ട് തന്നെ ഉണ്ട്, ആരും എടുത്തിട്ടില്ല. ഈ ഹെൽമെറ്റ് ഘടിപ്പിച്ച് വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ എവിടെയോ കണ്ടാണ്, ഒരു റീൽസിൽ. അത് ഏതായാലും സേഫായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ
ഈ വേളയിൽ ഞാൻ ആ ചേച്ചിയോട് നന്ദി പറയാം കേട്ടോ, ആ റീൽസ് ഇട്ട ആ ചേച്ചിയോട്. തിരിച്ച് നമുക്ക് കോഴിക്കോട്ടേക്ക് പോവാം അല്ലേ? 20 രൂപയുടെ ഒരു മുന്തിരി ജ്യൂസ് കുടിച്ചിട്ട് പോവാം. അങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. യാത്ര ഗംഭീരമാക്കി, ഒന്നും പറയാനില്ല. രാവിലെ 4 മണിക്ക് അലാറം വെച്ച് 4:30 റെഡിയായി പോയി എത്തിയത്, അടിവാരത്തെത്തിയത് ഒരു 7-7:30. അവിടെ നിന്ന് 7:30 നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മണിയാകുമ്പോൾ കറക്റ്റ് എവിടെ എത്തിയിട്ടുണ്ട്, സ്പോട്ടിലെത്തിയിട്ടുണ്ട്, വ്യൂ പോയിന്റിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ ഹിഡൻ ട്രാവലർ 96 ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. ബഡീസ് ടാറ്റ.